കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു മത്തിക്കറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. കാലത്ത് തന്നെ മീനൊക്കെ വാങ്ങി റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരാക്കേണ്ട പരിപാടിയേ ഉള്ളൂ. അത് അമ്മാമ്മ ഏറ്റെടുത്തിട്ടുണ്ട്. മീൻ കൊണ്ടുവന്ന പാടെ അമ്മാമ്മയും വല്യമ്മയുമാണ് മീൻ സാധാരണ നേരാക്കാറ്. പരാതിയും പരിഭവങ്ങളും പറഞ്ഞ് അമ്മാമ്മ തന്നെ നേരാക്കും. അമ്മാമ്മ മീനൊന്നും കഴിക്കാറില്ല, എന്നാൽ കൂടി അമ്മാമ്മ മീൻ നന്നായി നേരാക്കും കേട്ടോ. ഇതൊക്കെ റെഡിയാക്കാൻ അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം മീൻ കുട്ടപ്പന്മാരുടെയും നേരാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രത്തിൽ. ഇനിയിപ്പോൾ വറുക്കാനാണെങ്കിൽ നമ്മൾ ഇതിലൊരു വരയും കൂടി കൊടുക്കും. ഇതിപ്പോൾ ചാറ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തക്കാളി, അതുപോലെ തന്നെ ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ വേണ്ടത് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവോള. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതയ്ക്കും കേട്ടോ. ഇതിൽ പരിഞ്ഞിട്ടേ വെച്ചിട്ടുള്ളൂ, നമ്മൾ ഇത് ചതയ്ക്കും. അതിനുശേഷം നമ്മൾ കുടംപുളിയല്ല ഇടുന്നത്, മറ്റേ നീണ്ട പുളിയിൽ വാളംപുളിയോ ആ പുളിയാണ് ഇടുന്നത് കേട്ടോ, കുടംപുളിയല്ല. അതിനുശേഷം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ ഉലുവി ഇട്ടു. കടുകല്ല ഉലുവയാണ് ഇവിടെ ഇടുന്നത്. അതിനുശേഷം നമുക്ക് സവോള, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ചെറിയുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റി കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. വേണമെങ്കിൽ നന്നായിട്ടൊന്ന് വഴറ്റി വരാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഏകദേശം അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റുക, നന്നായിട്ട് തക്കാളിയൊക്കെ ഉടയുന്ന വരെ വഴറ്റുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ. നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള പൊടികൾ നിങ്ങൾ ഇടണം. എരിവ് കൂടായിരുന്നു നോക്കാതെ നമ്മുടെ പാകത്തിന് ഇടുക. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിത് പുളി ഇതുപോലെ പിഴിഞ്ഞൊഴിക്കുക. നമുക്ക് എത്ര ചാറ് വേണം അത്രയും നമുക്ക് ഒഴിക്കാവുന്നതാണ്. ആ പാകത്തിന് പുളി ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചാറ് കൂട്ടുകയാണ് ചെയ്യാറ്. അതിനുശേഷം ഇവിടെ ഞങ്ങൾ കല്ലുപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കേട്ടോ, കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചാറ് നന്നായിട്ടൊന്ന് തിളച്ച് വരില്ലേ, അപ്പോൾ ഉലുവ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ പൊടിച്ച ഉലുവ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ പൊടിച്ച ഉലുവ ഇടുമ്പോൾ നമുക്കൊരു പ്രത്യേക മണം വരും മീൻകറിയില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മത്തിക്കറി ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. അപ്പോൾ ചാറ് നല്ലോണം തിളച്ച് വന്ന ശേഷം നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന മത്തിയൊക്കെ അല്ലിട്ടിട്ടുണ്ട്. ഇപ്പോൾ മത്തിയൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ.